ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്തായാലും ബി ജെ പിക്ക് ഒരു 18% മുകളിൽ 18 മുകളിൽ ബി ജെ പിക്ക് ഉണ്ടായ ഒരു പരാജയം ഈ മണ്ഡലങ്ങളെ നറിഷ് ചെയ്തുകൊണ്ട് ജയിച്ചാലും തോറ്റാലും ആ മണ്ഡലത്തിൻ്റെ ഭാഗമായി നിൽക്കണം. പക്ഷേ ഇപ്പോൾ ഇത് നടക്കുന്നുണ്ട്. മതപരമായ ഒരു വീക്ഷണത്തിലല്ല ബി ജെ പിയെ ജനങ്ങൾ സ്വീകരിച്ചത്. വികസനത്തിൻ്റെ കാര്യത്തിൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നു. ചില പ്രതിപക്ഷ കക്ഷികളിൽ DMK അവരെ സമീപിക്കുമെന്നൊക്കെ പറഞ്ഞ് അത് വെച്ച് രാഷ്ട്രീയമായി മുതലെടുപ്പ് വന്നപ്പോഴാണ് അമിത്ഷാ അത് 50% ആക്കി. അപ്പോൾ എതിർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അടവ് നയമായിട്ട് ഒരുപക്ഷെ പുള്ളി സ്വീകരിച്ചത്. പക്ഷേ കേരളത്തിൽ UDFനായിരിക്കും അപ്പർ ഹാൻഡ്, ചെറിയ അപ്പർ ഹാൻഡ് ഉണ്ടാകുക. അതായത് വലിയ ഭൂരിപക്ഷം ഇല്ലാത്ത രീതിയിലുള്ള ഒരു UDFന് അഡ്വാൻറ്റേജ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. BJPയുടെ സീറ്റുകൾ കൂടുതൽ വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അംഗ അസംബ്ലിയിലേക്ക് കേരളം പോകും. BJPയുടെ ഭാവി നിർണ്ണയിക്കുന്നത് BJPയുടെ സീറ്റിലെ വിജയത്തെക്കാൾ ഉപരി അതിൻ്റെ വ്യാപനത്തിലാണ്. BJP പ്രതീക്ഷിക്കുന്ന ബഹുഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന സീറ്റുകളാണ്. 15-16 നിന്ന് മുന്നോട്ട് വരാനായിട്ട്, അതായത് ഒരു സ്റ്റഡി ആയിട്ടൊരു 20% എന്ന ഒരു നിലയിലേക്ക് എത്താൻ BJPക്ക് ഈ ഇലക്ഷനിൽ കഴിയുമോ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ എന്തായാലും ബി ജെ പിക്ക് ഒരു 18% മുകളിൽ 18 മുകളിൽ. അതാണ് ഞാൻ ഈ ഗ്രോത്ത് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഗ്രോത്ത് കാണണമെങ്കിൽ അതിന് മുകളിലേക്ക് പോകാം. ഒരു 18% മുകളിൽ എന്തായാലും വോട്ട് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് BJP കിട്ടുന്ന വോട്ടുകളെക്കാൾ ഒരു BJPക്ക് സപ്പോർട്ടുണ്ട്. കാരണം ജയിക്കും എന്ന് ഒരു ഫീലിംഗ് വന്നു. ഉദാഹരണം തിരുവനന്തപുരം കോർപ്പറേഷൻ 2015 35 സീറ്റ് ലഭിച്ചു, 2020 35 സീറ്റ് ലഭിച്ചു. അപ്പം CPMൻ്റെ ഈ ഭരണത്തിൽ ഒരുപാട് ജനങ്ങളെ വെറുപ്പിച്ചു. അത് BJPയുടെ സ്വാഭാവിക വളർച്ച വന്നു. BJPക്ക് അത് അനുകൂലമായി മാറി. അങ്ങനെയാണ് BJP 50 സീറ്റിലേക്ക് ഉയർന്നത്. അപ്പം BJPക്ക് പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ BJP വിജയിക്കുമെങ്കിൽ ജനങ്ങൾ BJP സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ അതിന് തെളിവാണ് അവർ അധികാരത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള കാരണം. അപ്പം BJPക്ക് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ 14.7% വോട്ട് ലഭിച്ചു. പക്ഷേ BJPയുടെ വ്യാപനത്തിൻ്റെ ലെവൽ നോക്കുമ്പോൾ വലുതാണ്. കാരണം ചില മേഖലകളിൽ നല്ല വോട്ട് ലഭിച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് 1800-ലധികം 900-ലധികത്തോളം വാർഡുകളിൽ അവർ ജയിച്ചിട്ടുണ്ട്, മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും കോർപ്പറേഷനുമായിട്ട്. പക്ഷേ ഏതാണ്ട് 2000-ലധികം സീറ്റുകളിൽ 2ാം സ്ഥാനത്താണ്. ഞാൻ BJPയുടെ കേരളത്തിലെ വളർച്ചയെ കാണുന്നത് 2025 ലോക്കൽ ബോഡി ഇലക്ഷനിൽ 2000-ലധികം വാർഡുകളിൽ BJP 2ാം സ്ഥാനത്താണ്. ഇടത് വലത് മുന്നണികളെ 3ാം സ്ഥാനത്താക്കിക്കൊണ്ട്. അതാണ് നമ്മളൊരു പാർട്ടിയുടെ ഗ്രോത്തിനെ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു സാധാരണ ഒരു പാർട്ടി വർക്കർ എന്നുള്ള തരത്തിൽ നമ്മൾ വിജയം തോൽവി എന്നുള്ള തരത്തിലല്ല, അതിൻ്റെ വ്യാപനം വളരെ വലുതാണ്. വ്യാപനത്തിൻ്റെ തോത്, അതായത് 2000-നടുത്ത് സീറ്റുകളിൽ അവർ വിജയിക്കുന്നു. എക്സാക്ട് 2000 അല്ലെങ്കിൽ പോലും ഒരു 100-150 സീറ്റ് കുറവുണ്ടാവും. പക്ഷേ മറ്റ് 2000 സീറ്റിൽ 2ാം സ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ BJPയുടെ 2015-ലും 20-ലും 25-ലെയും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ ഓരോ തെരഞ്ഞെടുപ്പിലും 500 മെമ്പർമാർ കൂടുന്നുണ്ട്. 2015 ഏതാണ്ട് 1000-നടുത്ത് വന്നു, 1900 സംതിങ് ആയിരുന്നു, 1000-നടുത്ത് വന്നു. അത് 2020 ആകുമ്പോഴത്തേക്കും 1500 1400-ലധികം വന്നു. അത് വീണ്ടും ഒരു 500-ഓളം കൂടുകയുണ്ടായി. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഇതിങ്ങനെ പടിപടിയായിട്ട് ഉയരുകയാണ്. അതിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായത് അതും ഈ പിന്നോക്ക മേഖലകളിലാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ അതുപോലെയുള്ള ആലപ്പുഴ ജില്ലയിലെ BJPക്ക് ഏറ്റവും വലിയ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വടക്കൻ ഭാഗം, അതായത് പഴയ നമ്മുടെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ മേഖല. ഇപ്പം നെടുമങ്ങാട് നിയോജക മണ്ഡലം, ഒരു വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴൊക്കെ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ 30,000-ലധികം വോട്ട് ലഭിച്ചിരുന്നു. കഴിഞ്ഞ തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് BJPയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി. വർക്കലയിൽ CPMൽ നിന്ന് വന്ന ആളാണ് BJPയുടെ സ്ഥാനാർത്ഥി. പ്രാദേശിക തലത്തിൽ ഒരുപാട് BJP CPMൻ്റെ ഏരിയ ലെവലിലുള്ള ലോക്കൽ കമ്മിറ്റി ആൾക്കാർ BJP ചേർന്ന് കഴിഞ്ഞു പല മേഖലകളിലും. കാരണം ഫിസിക്കലി അവരിന്ന് പ്രശ്നം നേരിടുന്നില്ല. പഴയ കാലത്ത് CPM ഇന്ന് പുറത്തു ചാടി കഴിഞ്ഞാൽ ഫിസിക്കലി നിങ്ങൾ നേരിടും, പ്രശ്നം ഉണ്ടാകും. ഇന്ന് കേരളത്തിൽ ആ വിഷയം ഒരു പരിധിവരെ മാറിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ കൂടുതൽ സാധ്യതയുണ്ട് വരുന്ന ആളുകളിൽ. ഈ റേറ്റിൻ്റെ ഒരു എക്സ്പാൻഡ് ചെയ്യുന്ന റേറ്റ് വളരെ കൂടുതലാണ്. അതാണ് താങ്കൾ പറഞ്ഞു. അതെ അതെ. അതിൽ മറ്റൊരു ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു സവിശേഷ സാഹചര്യമായിരുന്നു, നമുക്ക് BJP മുന്നണിയിലേക്ക് കൂടുതൽ പാർട്ടികൾ വരുന്നുണ്ട്, ഇപ്പോൾ 2020 പോലെ. പക്ഷെ BJP അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ സ്ഥലങ്ങളാണ് ഇത്തരം പാർട്ടികൾക്ക് കൊടുക്കുന്നത്. ഇത് മേ ബി മുന്നണി മര്യാദയാണെന്നോ കൊലീഷൻ ധർമ്മയാണെന്നോ നമുക്ക് പറയാം. ഈവൻ ദെൻ ഇത്തരം പല മണ്ഡലങ്ങളിലും ഈ കൊടുക്കുന്ന പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികളെ കിട്ടുന്നില്ല. കിട്ടുന്ന സ്ഥാനാർത്ഥികൾക്കാകട്ടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല. സ്ഥാനാർത്ഥികളെ തപ്പി നടക്കേണ്ടി വരുന്നു. അത്തരം ഒരു സാഹചര്യം
BJP എന്തിനാണ് അനുവദിക്കുന്നത്? എന്താണ് അതുകൊണ്ടുള്ള ഒരു നേട്ടം? എന്താണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് 2020 കൊടുത്ത തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരുമാണ്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂരിൻ്റെയും തൃപ്പൂണിത്തുറയുടെയും BJPയുടെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലെ വോട്ട് പെർസെൻറ്റേജ് ഞാൻ പറയാം. കൊടുങ്ങല്ലൂർ 2011 BJPക്ക് ലഭിച്ചത് 5.23% വോട്ടാണ്. 2016 അത് 22.7%. മൂന്നാമത് 2021 അത് 18.94%. കാരണം BDJസിൻ്റെ വോട്ടുകൾ കാര്യമായി 21 വന്നിട്ടില്ല. അത് കൂടുതലും എനിക്ക് തോന്നുന്നത് SNDP വോട്ടുകൾ ഇടതുപക്ഷത്തേക്കായിരിക്കും പോയത്. അപ്പം കൊടുങ്ങല്ലൂരിലെ BJPയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഹയസ്റ്റ് പെർഫോമൻസ് 22.7%. അത് 5-ൽ നിന്ന് 22-ലേക്ക് വന്നു എന്നുള്ളതാണ്. അത് നമ്മളിപ്പം നേമം പോലെയുള്ളൊരു മണ്ഡലമല്ല, BJPക്ക് വിജയ സാധ്യതയുള്ള മണ്ഡലമാണ്. അല്ലാതെ 100% വിജയിക്കാൻ കഴിയുന്നൊരു മണ്ഡലമല്ല, പക്ഷേ ഗ്രോത്ത് ഉണ്ടാവണം. അതുപോലെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. തൃപ്പൂണിത്തുറയിലും 2011 BJPക്ക് ലഭിച്ചത് 3.37%. 2021 19.24. തുറവൂർ വിശ്വംഭരൻ നിന്ന സമയത്ത് പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ അത് 2021 15.20 മാറി. പക്ഷേ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ BJP ഭൂരിപക്ഷം കിട്ടിയില്ല, പക്ഷേ ഏറ്റവും വലിയ കക്ഷിയായി മാറി. പക്ഷേ തൃപ്പൂണിത്തുറയെ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരും BJPയുടെ അതിശക്തമായ കേന്ദ്രങ്ങളൊന്നുമല്ല, പക്ഷേ BJPക്ക് അടിത്തറയുള്ള മേഖലകളാണ്. അപ്പം ഒരു ഘടകകക്ഷികൾക്ക് നമ്മൾ ഉദാഹരണത്തിന് LDF കോൺഗ്രസ് മത്സരിക്കുന്ന കണ്ണൂരിൽ ഒരാൾ പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് കോൺഗ്രസിൻ്റെതായിട്ട്. അല്ലെങ്കിൽ ഏലത്തൂർ, അതുപോലെ LDF പല ഘടകകക്ഷികളും മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ, ഒറ്റയാൻ പാർട്ടികൾ മത്സരിക്കുന്ന മത്സരങ്ങളിൽ ആ പാർട്ടിയുടെ ആരെങ്കിലും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം മണ്ഡലത്തിൽ CMP മത്സരിക്കുന്നുണ്ട്. CMPക്ക് എത്ര അണികളുണ്ടാവും ഈ തിരുവനന്തപുരം മണ്ഡലം? ശരിക്കും കോൺഗ്രസിനാണ് ഇവിടെ ബേസ് ഉള്ളത്, CMPക്കില്ല. പക്ഷെ അതൊരു മുന്നണി മര്യാദ എന്നുള്ള തരത്തിൽ നമുക്ക് തന്നെ നോക്കി കാണാമെന്നില്ല. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു നറേറ്റീവ്സ് കൊണ്ടുവരും. ഇപ്പോൾ തൃപ്പൂണിത്തുറ ഞാൻ നോക്കിയപ്പോൾ തൃപ്പൂണിത്തുറയ്ക്ക് എന്ത് BJPയുടെ ശക്തി കേന്ദ്രം എന്ന് അതാണ് ഞാൻ ഇതിൻ്റെ ഈ കണക്കുകൾ പറഞ്ഞത്. കാരണം തൃപ്പൂണിത്തുറയിലെ BJPയുടെ ഹയസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് 19%. 19% വോട്ടുള്ളൊരു മണ്ഡലത്തിൽ മറ്റൊരു പാർട്ടിക്ക് കൊടുക്കുകയും ആ പാർട്ടിയിൽ പല മണ്ഡലങ്ങളിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ സാഹചര്യമുണ്ട്. ആ സംഘടന BJPയുടെ ദേശീയ നേതൃത്വത്തിനുമായിട്ട് ചേർന്നിട്ടാണല്ലോ ഈ ഘടകകക്ഷികൾ BJPയിലേക്ക് വരുന്നത്. അപ്പം അവർ കൊടുത്ത ഒരു ഷെയർ കൊടുക്കുന്നതാണ്. അതിൽ അവരുടെ ശക്തി നോക്കിയിട്ടല്ല കൊടുക്കുന്നത്. BJPയുടെ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ സീറ്റ് കൊടുത്തിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. BJPക്ക് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വെറും 6.1% വോട്ടാണ് എറണാകുളം ജില്ലയിൽ ലഭിച്ചത്. കമ്പൈൻഡ് ആയിട്ട് 14 മണ്ഡലങ്ങളിൽ ലഭിച്ചത്. അപ്പം BJPക്ക് താരതമ്യേന ശക്തിയില്ലാത്തൊരു ജില്ലയിലാണ് 2020 കൂടുതൽ സീറ്റ് കൊടുത്തത്. ഇപ്പം നമ്മൾക്ക് പറയാൻ കഴിയുന്ന വേണമെങ്കിൽ റാന്നിയിൽ കൊടുത്തൊരു സീറ്റ്, ഇത് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ കൊണ്ടുവന്നൊരു കൊടുത്തൊരു ഹൈപ്പ് കൊടുത്തതാണ്. യഥാർത്ഥത്തിൽ ആ തരത്തിൽ BJPക്ക് തൃപ്പൂണിത്തുറയിൽ വിജയ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തൃപ്പൂണിത്തുറ നഗരസഭയിൽ സാധ്യതയുണ്ട്. തൃപ്പൂണിത്തുറ നഗരസഭയുടെ ചുറ്റുമുള്ള പഞ്ചായത്തിൽ BJPക്ക് ആ തരത്തിൽ വോട്ടില്ല. കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലും BJPക്ക് അവിടെ 30,000-ത്തിനടുത്തുള്ള വോട്ടേ ലഭിച്ചിട്ടുള്ളൂ ഈ 2025. അപ്പം അതുകൊണ്ട് നമ്മൾ ഘടകകക്ഷികൾ BJPക്ക് ഒട്ടും വോട്ട് ലഭിക്കാത്ത മലപ്പുറത്തും കണ്ണൂരിനും മാത്രം കൊടുത്താൽ മതിയോ? അത് ഏതെങ്കിലും ഘടകകക്ഷികൾ അംഗീകരിക്കില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം മാറ്റങ്ങളുണ്ടാവും. കോൺഗ്രസിനകത്ത് എത്രയോ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട്. ഇപ്പം ഈ കോൺഗ്രസ്സിൽ CMPക്ക് തിരുവനന്തപുരം നോർത്ത് സീറ്റ് കൊടുത്തതിനെതിരെ ശക്തമായി പ്രതിഷേധമുണ്ടായി. അവസാനം ശിവകുമാറിനെ അരുവിക്കരയിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു. നമുക്ക് BJPയുടെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് വരാം. BJPക്ക് ഒരു കാലത്ത് O രാജഗോപാലിനെ പോലെ, K രാമൻപിള്ളയെ പോലെ, അല്ലെങ്കിൽ PP മുകുന്ദനെ പോലെ വളരെ സമാദരണീയരായ എല്ലാ തരം വിഭാഗങ്ങളെയും ആകർഷിക്കാൻ പറ്റുന്ന ടോളസ്റ്റ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ടോളസ്റ്റ് ലീഡേഴ്സ് ഞാൻ പറയുന്നത് വളരെ സീനിയറായ. അതിനുശേഷം ആ ഒരു ജനറേഷൻ മാറിയതിന് ശേഷം മറ്റൊരു ലീഡർഷിപ്പ് വന്നു. അത്തരമൊരു മുതിർന്ന നേതാക്കളുടെ ഒരു അഭാവം കേരളത്തിൽ BJP ഏതെങ്കിലും തരത്തിൽ അലട്ടുന്നുണ്ടോ? അല്ല, BJPയിൽ വളരെ കരുത്തുറ്റ നേതാക്കളുണ്ട്. ഇപ്പം മുരളീധരനെ പോലെ ആൾക്കാർ, അവരൊക്കെ മുതിർന്ന നേതാക്കളാണ്, പ്രായം കൊണ്ട് മുതിർന്നവരാണ്. ഇപ്പം O രാജഗോപാലും KG മാരാരും അല്ലെങ്കിൽ രാമപിള്ള സാറുമൊക്കെ ഒരുപാട് കാലം കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്ത ആളുകളായിരുന്നു. അവരൊക്കെ പിന്നീടാണ് അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ വളരെ കഴിവും പ്രാപ്തിയുമുള്ള നിരവധി നേതാക്കൾ BJPയിലുണ്ട്. മാത്രമല്ല BJPയിലെ നേതാക്കളുടെ ഒരു പ്രത്യേകത, അവർ വളരെ ആശയപരമായി വളരെ ശക്തമായി അടിവേരാണ്. കാരണം അത്രയധികം പ്രതിബന്ധങ്ങളെ തരണം ചെയ്താണ് അവർ കേരളത്തിൽ പിടിച്ചു നിന്നത്. കാരണം ഞാനിത് വളരെ ദീർഘനാളായി ഈ മേഖലയിൽ പഠിക്കുന്ന ഒരാളെന്ന തരത്തിൽ
ഇവരെയൊക്കെ നമ്മൾ അവാർഡ് കൊടുക്കേണ്ടത്. കാരണം ഒരു തരത്തിലും കേരളത്തിൽ BJPക്ക് സാധ്യതയില്ലാത്ത കാലഘട്ടത്തിൽ അതിനോടൊപ്പം ചേർന്ന് നിന്ന് അതിൽ മത്സരിക്കാൻ പോലും ആളെ കിട്ടാതിരുന്ന സമയത്ത് മത്സരിക്കുകയും ഓരാജോ പോലെ ഏറ്റവും കൂടുതൽ മത്സരിച്ചിട്ടുള്ളതാണ് ഇപ്പം നമ്മുടെ ശോഭാ സുരേന്ദ്രൻ. പക്ഷേ അവരെല്ലാ പേരും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് തന്നെയാണ് വളർന്നത്. മറ്റ് ഒരു തരത്തിലുമുള്ള ഇടപെടലുണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് നേതൃത്വപരമായി BJPക്ക് യാതൊരു തരത്തിലുമുള്ളൊരു കോട്ടം ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് പലപ്പോഴും നേതൃത്വത്തെക്കാൾ ഉപരി രാഷ്ട്രീയ സാഹചര്യമാണ്. കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും പിടിച്ചു നിൽക്കുന്നത് കുടുംബ മഹിമ കൊണ്ടാണ്. ഇപ്പം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ എങ്ങനെയാണ് ഇപ്പം അവിടെ നിൽക്കുന്നത്, അതായത് അച്ഛൻ്റെ മാഹാത്മ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇടതുപക്ഷ പാർട്ടികളല്ലാത്ത പാർട്ടികളിലൊക്കെ തന്നെ ഈ ഇപ്പം കെ കരുണാകരൻ്റെ കുടുംബം അല്ലെങ്കിൽ ഈവൻ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളത് ഇങ്ങനെ അത്തരം ഒരു പാരമ്പര്യമൊന്നും BJPയിലില്ല. ഇപ്പം രാജീവ് ചന്ദ്രശേഖരൻ വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിനെ മനസ്സിലാക്കിയത് അങ്ങനെ. കാരണം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കേരളത്തിൻ്റെ വികസനവും കേരളത്തിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് കേരളം വിട്ടു പോകുന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യം കേരളത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഗൾഫിലൊരു സംഘർഷമുണ്ടാകും, ഏറ്റവും കൂടുതൽ പ്രശ്നം നേടുന്ന നമ്മുടെ കുടുംബങ്ങളാണ്. 28 ലക്ഷം മലയാളികൾ അവിടെ കഴിയുകയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഇവരെല്ലാവരും പുറത്തു പോകേണ്ട സാഹചര്യമാണ്. ഏറ്റവും നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് മുഴുവൻ കേരളം വിട്ടു പോകുന്നു. അപ്പോൾ കേരളത്തിന് അനുയോജ്യമായ തരത്തിലുള്ള വികസന സാധ്യതകൾ അത് കേന്ദ്രവും സംസ്ഥാനവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴേ ഇത് നടക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈവൻ തമിഴ്നാട്ടിൽ പോലും ബാജ്പേയിയുടെ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് തമിഴ്നാട് വികസനത്തിൽ ഇൻഫ്രാസ്ട്രക്ചറൽ വികസനത്തിൽ തമിഴ്നാട് മുന്നിലേക്ക് വന്നത്. അപ്പോൾ അന്ന് ഹൈവേ വികസനത്തിൽ ഏറ്റവും മുന്നിൽ നിന്നത് 1998 മുതൽ 2006 വരെ 5 വർഷം DMKയുടെ മിനിസ്റ്റർ തന്നെയാണ് ഉപരിതല ഗതാഗതം നയിച്ചത്. തമിഴ്നാട്ടിലാണ് ഏറ്റവും സൂപ്പർ ഹൈവേ. ഞങ്ങളൊക്കെ ആദ്യം കാർ എടുത്തിട്ട് ഈ ഹൈവേ കൂടെ ഓടിക്കാനായിട്ട് തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നീടുണ്ടായ വ്യാവസായിക വികസനം, ആ ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്രോത്ത് തമിഴ്നാടിന് ഗുണകരമായി. ഉദാഹരണത്തിന് ചെന്നൈ, ബാംഗ്ലൂർ ഈ റീച്ചിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാർ കമ്പനികളുള്ളത്. അത്രയധികം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അപ്പോൾ കേരളം ഇൻഫ്രാസ്ട്രക്ചർ ലെവലിൽ നമ്മൾ ഒന്നും നേടില്ല. ഒരു കമ്പനി ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ IT രംഗത്ത് പോലും 2026 ജനുവരിയിൽ കേരള സർക്കാർ, പിണറായി സർക്കാർ IT പോളിസി പ്രഖ്യാപിച്ചു. അതിൽ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ 10% ഇന്ത്യയിലെ ITയുടെ ഷെയർ. ഇന്ന് ഇന്ത്യയുടെ ടോട്ടൽ IT ഷെയറിൻ്റെ കയറ്റുമതിയിലാണെങ്കിൽ നമ്മൾ 2.25 ആണ്. അത് 10% എന്നുള്ളതാണ് കേരള ഗവൺമെൻറ് ലക്ഷ്യം പോലും. ഈ തമിഴ്നാടും കർണാടകമൊക്കെ അത് വളരെ ഉയർന്ന ലെവലിലേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ആ ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്രോത്താണ് തമിഴ്നാടിനെ പിന്നീട് ഇന്ത്യയിലെ വ്യാവസായ വികസനത്തിന്, അതിനു മുന്നേ തന്നെ അവർ കാർഷിക മേഖലയിൽ വലിയ പുരോഗതി നേടിയിട്ടുണ്ട്. നമുക്ക് BJPയുടെ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ആ ഒരു ചർച്ചയിലേക്ക് തിരിച്ചു വന്നാൽ താങ്കൾ തന്നെ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു താങ്കൾ തന്നെ പഴയൊരു ചർച്ചയിൽ ഞാൻ കണ്ട ഒരു റിമാർക്ക് എനിക്ക് വളരെ രസകരമായി തോന്നി. അതായത് അവരുടെ V. മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ K. സുരേന്ദ്രൻ ഇങ്ങനെ ജനത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന പല നേതാക്കളും ഉണ്ടെങ്കിലും ഒരു മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ മണ്ഡലത്തിനെ നർച്ചർ ചെയ്യാനും അവിടെ തന്നെ ഫോക്കസ് ചെയ്ത് അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാനും അങ്ങനെ ഒരു വിന്നബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനും BJPയുടെ നേതാക്കൾ ആരും തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ലീഡർഷിപ്പ് അതിന് ശ്രമിച്ചിട്ടില്ല. അത് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലാപ്സ് ആണോ? അങ്ങനെ തീർച്ചയായിട്ടും അത് BJPയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ് ഞാൻ മനസ്സിലാക്കിയത്. കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത, കേരളത്തിലെ എല്ലാ നേതാക്കളും, അത് EMSൻ്റെ കാലഘട്ടം മുതൽ മിക്കവരും, R. ശങ്കർ മാത്രമാണ് അങ്ങനെ മണ്ഡലം നറിച്ചത്. ബാക്കി എല്ലാ സീനിയർ നേതാക്കളും ഓരോ മണ്ഡലത്തെ അല്ലെങ്കിൽ ഒരു മേഖലയെ കേന്ദ്രീകരിച്ചിട്ടാണ്. അതിൽ BJPക്ക് ഉണ്ടായ ഒരു പരാജയം ഈ മണ്ഡലങ്ങളെ നറിഷ് ചെയ്തുകൊണ്ട്, അത് ജയിച്ചാലും തോറ്റാലും ആ മണ്ഡലത്തിൻ്റെ ഭാഗമായി നിൽക്കണം. പക്ഷേ ഇപ്പോൾ ഇത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീ V. മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അങ്ങനെ 6-7 വർഷം തുടർച്ചയായി വർക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഉയർന്നത്. അപ്പോൾ കഴക്കൂട്ടം മണ്ഡലം സ്ഥിരീകരണം ഇപ്പം പക്ഷേ ചില മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ BJPക്ക് പറ്റിയ പരിമിതി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടൊരു മണ്ഡലത്തെ കേന്ദ്രീകരിച്ചില്ല. അതായത് ഉമ്മൻചാണ്ടിയുടെ എൻ്റയർ ലൈഫ് എന്ന് പറയുന്നത് ഒരു പുതുപ്പള്ളി മണ്ഡലത്തിലാണ്, KM മാണി പാലായിലാണ്, അല്ലെങ്കിൽ VD സതീശൻ പറവൂരാണ്. അപ്പോൾ ഇവരൊക്കെ ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്യും. BJP അങ്ങനെ ചെയ്തില്ല. അത് ഒരു പക്ഷേ ഇനി അവരെ ചെയ്യുമായിരിക്കും. പിണറായി വിജയൻ പല മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്, തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ കണ്ണൂർ ജില്ലയിലെ ഈ മണ്ഡലങ്ങളൊക്കെ ഒരേ സ്വഭാവമാണ്. അത് കണ്ണൂർ ജില്ലയിൽ മണ്ഡലങ്ങൾ മാറിയാലും വലിയ വ്യത്യാസം വരാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതിന് വിജയസാധ്യത നോക്കി മാറിയതല്ല. കാരണം അദ്ദേഹത്തിന് കണ്ണൂരിൽ ഏതാണ്ട് ഒരു 8-10 മണ്ഡലങ്ങൾ, 2 മണ്ഡലങ്ങൾ മലയോര മേഖലയിലെ 2 മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം CPMന് കംഫർട്ടബിളായ മണ്ഡലങ്ങളാണ്.
പക്ഷേ കേരളത്തിൽ BJPയുടെ എൻ്റെ നിരീക്ഷണത്തിൽ BJPയുടെ ഏറ്റവും വലിയ പരിമിതി, ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും അവർ തിരുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നേതാക്കളും ഭാവിയിൽ സ്ഥാനാർത്ഥികളാകേണ്ടവരും അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ വലിയ വിജയം ഉണ്ടാകുന്നുണ്ട്. വിജയിച്ചു എന്നുള്ള തലത്തിൽ മാത്രമല്ല, ജനങ്ങളുടെ ഇടയിൽ വോട്ട് ഷെയറിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും മണ്ഡലത്തിൽ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്ന പല മണ്ഡലങ്ങളിലും പല സ്ഥാനാർത്ഥികളും കഴിഞ്ഞ 5 വർഷമായിട്ട് മണ്ഡലം നോക്കുന്നവർ തന്നെയായിരുന്നു സ്ഥാനാർത്ഥികൾ. നേതൃത്വവുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിലെ BJP ലീഡർഷിപ്പ് എല്ലാ നാളും അപ്ഹോൾഡ് ചെയ്തിരുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ആശയം ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് ആയിരുന്നു. ഹിന്ദുത്വ പൊളിറ്റിക്സ് വളരെ നന്നായി ഇൻ ദ സെൻസ് അത് ഏറ്റവും നന്നായി എങ്ങനെ യൂസ് ചെയ്യാം ജനങ്ങളിലേക്ക് എത്താൻ എന്നായിരുന്നു ശ്രമിച്ചിരുന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഈ ഒരു അപ്രോച്ച് മാറിയിട്ട് അദ്ദേഹം കൂടുതലായിട്ട് വികസനം അല്ലെങ്കിൽ വികസിത നിയമം അങ്ങനെ ഒരു വികസനത്തിൻ്റെ ഒരു ടാൻജന്റിലേക്കാണ് പോകുന്നത്. ഈ ഒരു മാറ്റം അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവ രീതി കൊണ്ടാണോ, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അപ്രോച്ചിലെ ഒരു ഡിഫറൻസ് ആണോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് പാർട്ടിക്ക് ഗുണം ചെയ്യുക, അല്ലെങ്കിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ? അല്ല, അത് നരേന്ദ്രമോദിയുടെ പോളിസിയാണ്. ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ ഫോളോ ചെയ്യുന്ന പോളിസി നരേന്ദ്രമോദിയുടെ പൊതുവേ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ വികസനം തന്നെയാണ് അദ്ദേഹം ഊന്നൽ കൊടുക്കുന്നത്. മറ്റ് പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ പറയും, തിരഞ്ഞെടുപ്പ് സമയത്ത് കുറച്ചുകൂടി അഗ്രസീവായിട്ട് പറയുമെങ്കിലും ഇന്ത്യയിലെ വികസന രാഷ്ട്രീയം, ഒരു ആസ്പിറേഷണൽ പോളിറ്റിക്സിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നത് നരേന്ദ്രമോദിയാണ്. അത് ഗുജറാത്തിൽ അദ്ദേഹം ആദ്യം പരീക്ഷിച്ച് വിജയിക്കുകയും പിന്നീട് 2014 മുതലുള്ള നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം രാഷ്ട്രത്തിൻ്റെ സമസ്ത മേഖലയിലും പുരോഗതിയെക്കുറിച്ച് തന്നെയാണ്. അതിൽ ഇന്ത്യയിൽ ഒരുപാട് പദ്ധതികൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്തെ പരാതി എഫക്റ്റീവ്നെസ്സാണ്. ഇപ്പം പഴയ കാലത്തും ആളുകൾക്ക് കക്കൂസ് കൊടുത്തിരുന്നു, പലതും ചെയ്തു. പക്ഷേ എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് 12 കോടിയിലധികം ടോയ്ലറ്റ്, അതായത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ, ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ അടിസ്ഥാന വിഷയം അവർക്ക് അവരുടെ മാനം കാക്കാനൊരു അവസ്ഥയില്ല. അപ്പോൾ അവരെ വീട്ടിൽ പുകയടുപ്പുകൾ ഇന്നും ഇന്ത്യ മുഴുവൻ, അന്ന് ഒരുപാട് പേര് കളിയാക്കിയിരുന്നു ഈ ഒരു ഉജ്ജ്വല സ്കീം. ഇന്ന് നമ്മളൊരു സർവേ എടുത്തു കഴിഞ്ഞാൽ UP-യിലും ബീഹാറിലും ഒക്കെ ഗ്രാമീണ മേഖലയിൽ ആ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലാതെ വെറുതെ വാങ്ങി വയ്ക്കില്ല. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ വികസനത്തെ മുഖ്യ അജണ്ടയിലേക്കുള്ള നരേന്ദ്രമോദിയാണ്. അപ്പം നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് വളരെ ഇതായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ കൊണ്ടുവരുന്നതേ ഞാൻ പറയുള്ളൂ. രാജീവ് ചന്ദ്രശേഖരൻ മാത്രമായി കൊണ്ടുവരുന്നൊരു ഐഡിയ അല്ല, അത് BJPയുടെ ദേശീയ തലത്തിൽ നമ്മൾ പറയുന്ന ഭാരതത്തിൻ്റെ ഒരു അഖണ്ഡമായ ഒരു ആശയത്തെ, അതൊരു മതപരമായ ആശയമല്ല ഹിന്ദുത്വം എന്ന് പറയുന്നത്. ആ ഒരു സാംസ്കാരിക ഏകത എന്ന് പറഞ്ഞാൽ അതൊരു കളക്റ്റീവായിട്ടുള്ള ആശയ അടിത്തറയാണ്. പക്ഷേ ദൈനംദിന ജീവിതത്തിൽ വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക്, രാഷ്ട്രത്തിനും സമസ്ത മേഖലയിലും പുരോഗതി ഉണ്ടാകുക എന്നുള്ളത് BJPയുടെ പ്രഖ്യാപിത പോളിസിയാണ്. അത് തന്നെയാണ് ഗവൺമെൻറ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു അഴിമതി രഹിതമായി ഒരു ഭരണം നടത്തിക്കൊണ്ടു പോകാനായിട്ട് 2001 മുതൽ 2026 വരെ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും തുടരുന്ന ഒരാളിന് നമുക്ക് വികസനത്തിന് അദ്ദേഹം പുറകിൽ പോയെന്ന് പറയാൻ കഴിയില്ല, അഴിമതിയിൽ പുറകിൽ പോയെന്ന് പറയില്ല. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകൾ ചെയ്യുന്നത്. നമ്മളത് ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടിലിൽ പോയിടുക, നരേന്ദ്രമോദി, അതായത് ഇവരുടെ വെള്ളം, അതായത് നരേന്ദ്രമോദിയുടെ സ്കീമിലുള്ള കുടിവെള്ളം വന്ന വീടുകളാണ് പാവപ്പെട്ടവരുടെ വീട്ടിൽ. അവരുടെ വീട്ടിൽ ഗ്യാസ് ഉണ്ടാവും, അവരുടെ വീട്ടിൽ അതുപോലെ തന്നെയാണ് ടോയ്ലറ്റ് പോലെയുള്ള സംവിധാനം. വടക്കിനിലൊക്കെ ഇലക്ട്രിസിറ്റി വ്യാപകമായി എല്ലാ വില്ലേജുകളിലേക്കും കൊണ്ടുപോയി. പക്ഷേ വീടുകൾ പലതും പിണറായി ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ കൊടുത്തു. ഞാൻ സംസ്ഥാന സർക്കാരിനെ കുറവായിട്ട് പറഞ്ഞതല്ല, ദേശീയ തലത്തിൽ ഇപ്പം ഉദാഹരണത്തിന് പ്രധാനമന്ത്രി ആവാസ് യോജന സ്കീമിൽ ഇപ്പോൾ എത്ര കോടി വീടുകളാണ് കൊടുത്തിട്ടുള്ളത്? അത് നമ്മുടെ യാഥാർത്ഥ്യമാണ്. ഇതൊന്നും നമ്മൾ ഇന്ദിരാ ആവാസ് യോജനയിൽ ഇതിന് കൊടുത്തിട്ടില്ല. ഞാൻ അതാണ് പറഞ്ഞത്, പഴയ കാലത്ത് സ്കീമുകളുണ്ടായിരുന്നു. പണ്ട് നമ്മൾ പഠിക്കുമ്പോഴും ഗാന്ധി ജയന്തിക്ക് നമ്മൾ ഒരുപാട് ശുചീകരണ പ്രവർത്തനം നടത്തും. പിന്നെ നമ്മൾ അടുത്ത ഗാന്ധി ജയന്തി വരെ കാത്തിരിക്കും. അപ്പം ഈ സ്വച്ഛ ഭാരത് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ വൻ നഗരങ്ങളിൽ പോയാലും ടോയ്ലറ്റ് ഉണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ. ഇപ്പം നമ്മൾ തമിഴ്നാട് യാത്ര ചെയ്യുക, ടൂറിസ്റ്റ് മേഖലയിൽ ഇന്ന് അങ്ങനെയല്ല. എവിടെ നമ്മൾ കന്യാകുമാരി പോലെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ടോയ്ലറ്റ് ഉണ്ട്. അപ്പം സ്വച്ഛ ഭാരത് എന്ന് പറയുന്നൊരു മിഷനായിട്ട് വന്നു. പണ്ടും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സേവനവാരം എന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ മാസം നമ്മൾ ഒരാഴ്ച നമ്മൾ കാടും ഇതൊക്കെ വൃത്തിയാക്കും. അടുത്ത ഒക്ടോബർ വരെ നമ്മൾ പിന്നെ വൃത്തിയാക്കില്ല. അതിന് പകരം അതൊരു മിഷനാക്കി മാറ്റി. അപ്പോൾ ആ തരത്തിൽ വികസനപരമായ ആ ഒരു അജണ്ട കേരളത്തിൽ വളരെ എഫക്റ്റീവായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ അവതരിപ്പിക്കുന്ന അത് യുവാക്കളിൽ അപ്പീൽ ചെയ്യുന്നുണ്ട്. കാരണം കേരളം വിട്ടു പോകുമ്പോഴാണ് നമ്മൾ കേരളത്തിൻ്റെ മഹാത്മ്യം. നമ്മളിപ്പോൾ ഞാനും വിദേശത്ത് യൂറോപ്യൻ ടൂറിലൊക്കെ കേരളം പോലെ ഇത്രയും മനോഹരമായ സ്ഥലം ഇന്ത്യ ലോകത്തിലെടുത്ത് കാണും. നമ്മൾ വന്ദേ ഭാരത് ട്രെയിനിൽ
കാസർഗോഡ് തിരുവനന്തപുരം യാത്ര ചെയ്താൽ ഇത്ര മനോഹരമായ സ്റ്റേറ്റില്ല. അപ്പോൾ ഈ നാട് കളഞ്ഞിട്ട് നമ്മൾ പുറത്തു പോയി ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നതാണ് ഈ ഇവിടുത്തെ ചെറുപ്പക്കാർ ഇവിടെ വർക്ക് ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പം വികസന രാഷ്ട്രീയം തന്നെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന ജനകീയതയിലേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ മതപരമായ ഒരു വീക്ഷണത്തിലല്ല BJPയെ ജനങ്ങൾ സ്വീകരിച്ചത്. വികസനത്തിൻ്റെ കാര്യത്തിൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇന്ത്യ പോലുള്ളൊരു സംസ്ഥാനത്ത് ഗവൺമെൻറ് പറയുന്ന അല്ലെങ്കിൽ ഒരു സ്കീമുകൾ അത് പൂർണ്ണ രൂപത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അഴിമതിയുടെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു കോൺക്രീറ്റ് ആയിട്ടൊരു ആരോപണം ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മുടെ രാഷ്ട്രീയത്തിന് ആരോഗ്യകരമായ ഒരു മാറ്റമാണ്. അല്ല ചോദിക്കാൻ കാരണം ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു 1 നേഷൻ 1 ലാംഗ്വേജ് 1 നേഷൻ 1 ഇലക്ഷൻ അത്തരം ഒരു അഗ്രസീവായ പുഷ് ഇടക്കാലത്ത് ആക്റ്റീവായി ഉണ്ടായിരുന്നു. ഇല്ല, BJPയുടെ നയത്തിൽ ഒരിടത്തും അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കാരണം BJPയുടെ നയത്തിൽ എല്ലാ പ്രാദേശിക ഭാഷകൾക്കും ഒരേ പ്രാധാന്യം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ പറയുന്ന നറേറ്റീവിൽ വരുന്നത്. കാരണം ഞാൻ പറയാൻ കാരണം നമ്മൾ വസ്തുത വേറെ, നമ്മൾ നറേറ്റീവ്സ് വേറെ. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. നമ്മൾ പലതും കേൾക്കുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും, ഒരുപാട് ക്രിമിനലായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ പൊതുവായ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ജനറലൈസ് ചെയ്തിട്ട് കേരളത്തിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കും. കാരണം നമ്മളെപ്പോഴും വൈകുന്നേരത്തെ ചർച്ചകളിൽ എല്ലാ ചാനൽ ചർച്ചയിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും CPMൻ്റെ പ്രതിനിധി ഒരു തവണയെങ്കിലും RSS എന്ന് പറയും. പക്ഷെ ഞാൻ ഇതുവരെ ഒരു RSSൻ്റെ പ്രതിനിധി ഒരു ചർച്ചയിലും കണ്ടിട്ടില്ല. അതായത് കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ആകർഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ആയുധം എന്ന് പറഞ്ഞാൽ RSSനെ നിരന്തരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ക്രമേണ ഇതിൻ്റെ മുന ഒടിയും. കാരണം എന്താ പറയുമ്പോൾ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യക്കെതിരായി മാറും. ഇന്ന് ഗൾഫ് മേഖല ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ നല്ല ബന്ധവും അവരുടെ പരമോന്നത ബഹുമതികൾ നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പം നമ്മൾ ആ തരത്തിൽ രാജ്യത്തിന് ഒരു തരത്തിലും കോട്ടമുണ്ടായിട്ട് അപ്പം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഈ പറയുന്ന ഒറ്റപ്പെട്ടത് എന്ന് താങ്കൾ പറഞ്ഞ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു എന്നതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ജനങ്ങൾക്ക് കൺസേൺ ഉണ്ടാകുന്നത്. ഞാൻ ഒരുപാട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞത്. അടുത്തിടെ പാർലമെന്റിൽ പരാജയപ്പെട്ട ഒരു ബില്ലായിരുന്നു മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട്. അത് വനിതാ സംവരണവുമായി ചേർത്തത് കൊണ്ടാണ് പ്രതിപക്ഷ കക്ഷികൾ പ്രധാനമായും അതിനെ ഒപ്പോസ് ചെയ്തത്. ഒരു പക്ഷേ ഈ വനിതാ സംവരണത്തിനെ ഇതുമായി കൂട്ടിക്കെട്ടാതെ അവതരിപ്പിച്ചിട്ടെങ്കിൽ 2023 നമ്മുടെ തന്നെ പാർലമെന്റ് വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയതുമാണ്. എന്തിനാണ് വനിതാ സംവരണത്തെ മണ്ഡല പുനർനിർണയവുമായി കൂട്ടിക്കെട്ടി അവതരിപ്പിച്ചത്? അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മൾ വളരെ തിരിച്ചറിയപ്പെട്ട ഒരു വിഷയമാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇത് സീരിയസ് ആയിട്ട് ഇത് പഠിക്കാത്തതുകൊണ്ടാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 82 പ്രകാരം ഓരോ സെൻസസ് കഴിയുമ്പോഴും പാർലമെന്റിലെ സീറ്റുകളെ പുനർക്രമീകരിക്കണം. അങ്ങനെ 61ലെയും 71ലെയും വരെയുള്ള സെൻസസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പുനഃക്രമീകരണം നടന്നു. അപ്പോൾ അങ്ങനെ 73ലാണ് അവസാനത്തെ പുനഃക്രമീകരണം. ഇന്ന് കേരളത്തിൽ 18 സീറ്റിൽ നിന്ന് 20 സീറ്റായിട്ടുള്ള ഇന്ന് അവസ്ഥ. അപ്പോൾ പിന്നീട് 76 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 25 വർഷത്തേക്ക് അത് ഫ്രീസ് ചെയ്തു ഇന്ദിരാഗാന്ധി. അപ്പം 2001 സെൻസസ് കഴിയുമ്പോഴേ പുനർനിർണയം നടന്ന അന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം കൂടെ BJPയുടെ ഭരണത്തിലാണ്. കോൺഗ്രസിൻ്റെ ഐകകണ്ഠ്യ 84ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 25 വർഷം വീണ്ടും ഫ്രീസ് ചെയ്തു. അപ്പോൾ 2026 വരെയാണ് ഈ ഫ്രീസിങ് ഔദ്യോഗികത. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നിയർ ബൈ സെൻസസ് വരെയുന്നുണ്ട്. അപ്പോൾ സെൻസസ് കോവിഡ് കാരണം നടക്കാത്തതുകൊണ്ട് നമുക്കൊരു എക്സ്ക്യൂസ് ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഭരണഘടന പറയുന്നതനുസരിച്ച് ഭരണഘടനയുടെ 84 അമെൻമെൻറ്റ് പ്രകാരം 2026 പുനർനിർണ്ണയം നടക്കണം. കാരണം ഫ്രീസ് ചെയ്തതിന് 50 വർഷം കഴിയുകയാണ്. അത് 2011 സെൻസസിനെ ബേസ് ചെയ്തുമാകാം. അതെ, 2000 അങ്ങനെ പറഞ്ഞിട്ടില്ല അതിനകത്ത്. അല്ല ഞാൻ ചോദിക്കുന്നത്, അല്ല അതിന് അമെൻമെൻറ്റ് വരുത്തണം അങ്ങനെ വേണമെങ്കിൽ. കാരണം ഇതിൽ പറയുന്നത് നിയറസ്റ്റ് സെൻസസ് കഴിയുമ്പോഴാണല്ലോ. അപ്പം മറ്റൊരു കാര്യം, ഈ ഭരണഘടന പാർലമെൻറ്റ് പാസ്സാക്കിയ 106ാം അമെൻമെൻറ്റ്, അതായത് 1% സ്ത്രീകൾക്ക് സംബന്ധിച്ചാണ്. ആ ആക്ടിലും പറയുന്നത് മണ്ഡല പുനർനിർണ്ണയം പറയുന്നത്. ആ ആക്ട് എടുത്ത് വായിക്കുമ്പോൾ PDF കിട്ടും. ആ ആക്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ലാസ്റ്റ് സെൻസസിൻ്റെ നിയറസ്റ്റ് സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം നടത്തിക്കൊണ്ട് തന്നെയാണ് സ്ത്രീ സംവരണം നടപ്പാക്കേണ്ടത്. ഇനി രണ്ടാമത് മണ്ഡല പുനർനിർണ്ണയം നടക്കുന്നതിന് നമ്മളെന്തിനാണ് ഭയക്കുന്നത്? ലാസ്റ്റ് മണ്ഡല പുനർനിർണ്ണയം നടക്കുമ്പോൾ ഇന്ത്യയിൽ 58 കോടി ജനങ്ങളാണ് 71 സെൻസസിൽ. ഇന്ന് 145 കോടി ജനങ്ങളായി. അപ്പോൾ 50 വർഷമായി ഫ്രീസ് ചെയ്തിരിക്കുകയാണ് മണ്ഡല പുനർനിർണ്ണയം. അപ്പോൾ കോൺഗ്രസ് 73 നടത്തിയ മണ്ഡല പുനർനിർണ്ണയത്തിൽ നമുക്കാർക്കും പരാതിയില്ലല്ലോ. ഇപ്പോഴും മണ്ഡല പുനർനിർണ്ണയം നടക്കുന്നത് സെൻസസ് കഴിയുമ്പോഴത്തേക്കും ഈ ഫ്രീസിങ് ഇല്ലെങ്കിൽ ഗവൺമെൻറ് അവിടെ അത് ഒരു സ്വതന്ത്ര ബോഡിയാണ്.
ഡീലിമിറ്റേഷൻ കമ്മീഷൻ, സിറ്റിംഗ് ഓർ എക്സ് സുപ്രീം കോടതി ജഡ്ജി, ഇലക്ഷൻ കമ്മീഷൻ റെപ്രസെൻറ്റ്, ഓരോ സ്റ്റേറ്റിലെയും ജനപ്രതിനിധികളുണ്ടാവും. അപ്പോൾ ആ തരത്തിൽ വളരെ സുതാര്യമായ രീതിയിലാണ് മണ്ഡല പുനർനിർണ്ണയം. ഇപ്പോൾ കേരളത്തിൽ ആദ്യം നമ്മൾ വിചാരിച്ചു ജനസംഖ്യ കുറയുന്നത് കൊണ്ട് സീറ്റ് നഷ്ടപ്പെടുന്നു. അപ്പം പാർലമെൻറ്റിലെ ചർച്ചയിൽ അമിത്ഷാ അവതരിപ്പിച്ചതിൽ 50% ഇൻക്രീസാണ്. അപ്പോൾ കേരളത്തിൽ 20-30 ആകുകയാണ്. അപ്പോൾ 20-30 ആകുമ്പോഴത്തേക്കും കേരളത്തിൽ എന്ത് നഷ്ടം ഉണ്ടാകാൻ പോകുന്നു? അല്ല, എൻ്റെ ചോദ്യം 80-120 ആകുന്നു. തമിഴ്നാട്ടിൽ 39-58 മറ്റോ ആകും. ആ തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ തമിഴ്നാട് 59 തോന്നുന്നു ആകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്തിന് നഷ്ടം വന്നില്ല. ഇപ്പോൾ കേരളത്തിൽ 30 MP വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമായിരിക്കും കേരളത്തിലുണ്ടാവുക? അതിൽ 1/3 സ്ത്രീകൾക്ക് പോകും. അപ്പം 1/3 സ്ത്രീകൾക്ക് പോകുക മാത്രമല്ല, നിലവിലുള്ള പട്ടികജാതി സംവരണ സീറ്റുണ്ടല്ലോ, അതിലെ 1/3 സ്ത്രീകൾക്ക് പോകും. അങ്ങനെ വരുമ്പോൾ സ്ത്രീകളായിരിക്കും കേരളത്തെ കൂടുതൽ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം ജനറൽ സീറ്റൊന്നും വളരെ കുറവായിരിക്കും. ഇപ്പം നിലവിലുള്ള സീറ്റിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെ മണ്ഡല പുനർനിർണ്ണയം നടത്തിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരേണ്ടി വരും നമ്മൾ. അതായത് ഫ്രീസ് ചെയ്തത് 50 വർഷമായി ഫ്രീസ് ചെയ്തത് ഇനി ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ ന്യായീകരണമാണ്? അല്ല, ഞാൻ ഈ 50% മാത്രം ഞാനൊരു പോയിന്റ് ചൂണ്ടിക്കാണിക്കാം. ഈ 20-30 ആകുകയും 80-120 ആകുകയും ചെയ്യുമ്പോൾ സീറ്റുകൾ വർദ്ധിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇവർക്കിടയിലെ ഡിഫറൻസ് വൈഡ് ആകുകയാണ് ചെയ്യുന്നത്. അല്ല, അതെങ്ങനെ, ഏത് അരിത്തമെറ്റിക്സ് ആണ്? അതായത് 50% ഇൻക്രീസ് ചെയ്യുകയാണ്, നമ്മൾ സാലറി പരിഷ്കരിക്കുന്ന പോലെയാണ്. അപ്പം പ്രൊപ്പോർഷണലായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴുള്ള 80-ന്റെ എഫക്റ്റീവ്നെസ് നിങ്ങൾക്ക് 120 വരും, 20-ന്റെ എഫക്റ്റീവ്നെസ് 30 വരും. പക്ഷേ 20-ഉം 80-ഉം തമ്മിലുള്ള ഡിഫറൻസ് അല്ല 30-ഉം 120-ഉം തമ്മിൽ വരുന്നത്. അല്ല, അത് നമ്മൾ അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ളതിന് തെറ്റല്ലേ? 80 സീറ്റ് കൊടുക്കുകയും കേരളത്തിന് 20 തരുന്നത് തെറ്റല്ലേ? അങ്ങനെയാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞ ജനസംഖ്യ ആനുപാതികമായിട്ട് തന്നെ വരില്ല. നമ്മൾ ഈ 2 ഓപ്ഷനാണുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന പറയുന്നത് ജനസംഖ്യ അനുപാതമായിട്ട് വേണം മണ്ഡല പുനർനിർണ്ണയം നടത്താം. പക്ഷേ ഇതിൽ ചില പ്രതിപക്ഷ കക്ഷികളിൽ DMK അവരെ സമീപിക്കുമെന്നൊക്കെ പറഞ്ഞ് അത് വെച്ച് രാഷ്ട്രീയമായി മുതലെടുപ്പ് വന്നപ്പോഴാണ് അമിത്ഷാ അത് 50% ആക്കി. അപ്പോൾ എതിർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അടവ് നയമായിട്ട് ഒരുപക്ഷെ പോളിസി ചെയ്തത്. പക്ഷേ ഇതിൽ കേരളത്തിൻ്റെ ഒരു കാപട്യം ഞാൻ പറയാം. 84-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മൾ അസംബ്ലി മണ്ഡലങ്ങളെയും പാർലമെൻറ്റ് മണ്ഡലങ്ങളെയും നമ്മൾ നിലവിലുള്ള സീറ്റ് വെച്ചിട്ട് പുനഃസംഘടന ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ചെറിയ മാറ്റമുണ്ടായി. ചെറിയ മാറ്റമുണ്ടായി. നമുക്കറിയാം, പഴയ ചിറയൻകീഴില്ലാതെ അപ്പം അങ്ങനെ പുനർനിർണ്ണയം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ അത് ചെയ്തു. ടോട്ടൽ സീറ്റ് 140 ആണ്. പക്ഷേ തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് 6 സീറ്റുകൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലകളിലേക്ക് പോയി, മേഖലയിലേക്ക് പോയി. അപ്പോൾ അന്ന് കേരളത്തിൽ ആരും എതിർക്കാത്തത് എന്താണ്? ഇപ്പം നമ്മൾ പറയുന്നു, അങ്ങനെയാണെങ്കിൽ 2008 നടത്തിയ മണ്ഡല പുനർനിർണ്ണയം കേരളത്തിൽ നടത്തിയ തെറ്റാണെന്ന് പറയാൻ കോൺഗ്രസോ CPM തയ്യാറാവും. അപ്പം മലപ്പുറം ജില്ലയിൽ 12 സീറ്റ് 16 സീറ്റായിട്ട് വർദ്ധിച്ചു. അപ്പോൾ മറ്റ് ജില്ലകളിൽ ഇപ്പം കോട്ടയത്ത്, പത്തനംതിട്ട, ആലപ്പുഴ ഒക്കെ സീറ്റ് കുറയുകയാണ് ചെയ്തത്. അപ്പം കോഴിക്കോടും മലപ്പുറത്തും അത് കൂടുന്നു. അപ്പം നമ്മൾ പറയാണ്, ഒരു സമയത്ത് നമ്മൾ മുസ്ലിം മേഖലകളിൽ സീറ്റ് കൂടിയതിനെതിരെ അന്ന് ചില BJPയുമായിട്ട് ബന്ധപ്പെട്ട ചില ആൾക്കാർ ഇത് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് അതിനെ വർഗീയതയായിട്ട് കണ്ടു. ഇന്ന് മണ്ഡല പുനർനിർണ്ണയം വരുമ്പോഴത്തേക്കും ജനസംഖ്യ അനുപാതത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അന്ന് അതിനെ പിന്തുണച്ചവരാണ്. ഈ കാപട്യമാണ് ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ യുഗത്തിലുള്ളത് കൊണ്ട് ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയും. കാര്യം അങ്ങനെയാണെങ്കിലും മലപ്പുറം ജില്ലയിൽ നിന്ന് 4 സീറ്റുകൾ നമ്മൾ തിരിച്ചെടുത്ത് തിരുവിതാംകൂർ ഭാഗത്ത് കൊടുക്കണം. അതിൽ 6 സീറ്റുകൾ തിരുവിതാംകൂർ ഭാഗത്ത് ജനസംഖ്യാ നിയന്ത്രണം വന്നതുകൊണ്ടാണ് മലപ്പുറം മേഖലയിൽ അല്ലെങ്കിൽ മലബാർ മേഖല നിയന്ത്രണം വരാത്തതുകൊണ്ടാണ് 6 സീറ്റുകൾ കൂടിയത്. അപ്പം ഇന്ത്യയിലെ മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്നത് കൊണ്ട് നമ്മൾ എതിർക്കുന്നു എന്ന് പറയുന്ന വാദം ഇതിൽ പലപ്പോഴും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും ഈ വിഷയത്തിനകത്തിറങ്ങി പഠിക്കുന്നില്ല. ഇന്ന് ഗൂഗിളിലൂടെ ഭരണഘടനാ ഭേദഗതി നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ 50 വർഷം ഫ്രീസ് ചെയ്തു. അപ്പോൾ ഇനി ലോകമുള്ളിടത്തോളം കാലം ഫ്രീസ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. ഫ്രീസ് ചെയ്യണമെന്നല്ല, അത് നടപ്പിലാക്കിയ രീതിയോടാണ് വിയോജിപ്പ് പ്രതിപക്ഷത്തിന്. എനിവേ, നമുക്ക് നമ്മുടെ ചർച്ച ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു തുടക്കമായിട്ട് തന്നെ ചോദിക്കട്ടെ, എന്ത് തരം വേർഡിക്റ്റ് ആയിരിക്കും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക? എന്ത് തരം എന്ന് പറഞ്ഞാൽ ആര് ജയിക്കും, അല്ലെങ്കിൽ ആർക്ക് അപ്പർ ഹാൻഡ് കിട്ടും? എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കേരളത്തിൽ UDFനായിരിക്കും അപ്പർ ഹാൻഡ്, ചെറിയ അപ്പർ ഹാൻഡ് ഉണ്ടാകുക. അതായത് വലിയ ഭൂരിപക്ഷം ഇല്ലാത്ത രീതിയിലുള്ള ഒരു UDFന് അഡ്വാൻറ്റേജ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക. അല്ലെങ്കിൽ 2 കൂട്ടർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരു ഹങ് അസംബ്ലി ആയിരിക്കും. BJPയുടെ സീറ്റുകൾ കൂടുതൽ വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹങ് അസംബ്ലിയിലേക്ക് കേരളം പോകും. അപ്പോൾ ഇനി 2 തരത്തിലാണെങ്കിലും
കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന് പരമ്പരാഗതമായ ഈ ബൈപ്പോളർ മുന്നണി രാഷ്ട്രീയത്തിന് കാര്യമായ കോട്ടം വരുന്ന ആളുകളിലുണ്ടാവും. അത് തന്നെയാണ് ലാസ്റ്റ് ചോദ്യം. ബൈപ്പോളാർ പൊളിറ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞു വന്നത്. ബൈപ്പോളാർ പൊളിറ്റിക്സ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം എങ്ങനെയായിരിക്കും മാറുക? നമുക്കൊരു 3 സിനാറിയോ വെച്ചിട്ട് നോക്കാം. UDF വലതുപക്ഷം അധികാരത്തിൽ വരിക, മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരിക, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ല, അങ്ങനെയാണെങ്കിലും കേരളത്തിലെ BJP മുഖ്യധാരയിലേക്ക് കടന്നു വരും. CPM-ഉം അവിടെ ഉണ്ടാകും, മുഖ്യധാരയിലേക്ക് കടന്നു വരും തീർച്ചയായിട്ടും. മറ്റൊന്ന്, നമ്മുടെ ഈ ഘടകകക്ഷികളിൽ തന്നെ ഇപ്പം അവരും അവരുടെ ഭാവി നോക്കിയിട്ട് ആ തരത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് കുറവുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തിനാണ് മേൽക്കോയ്മയെങ്കിൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകാനായിരിക്കും സാധ്യത. അതാണ് രണ്ടാമത്തെ സിനാറിയോ. നമ്മൾ UDF-ന്റെ ഭൂരിപക്ഷം പറഞ്ഞു. ലെറ്റ്സ് തിരിച്ച് LDF ആണ് മികച്ച ഭൂരിപക്ഷത്തോടെ അല്ലെങ്കിൽ ഒരു കേവല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ത് തരം മാറ്റമായിരിക്കും ഉണ്ടാകുക? അല്ല, അങ്ങനെ വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകുന്ന ഒരു സീനായിരിക്കും ഉണ്ടാകുക. BJP എന്തായാലും മാറി തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. പക്ഷേ ദേശീയ രാഷ്ട്രീയം നൽകുന്ന ഒരു കമ്പൽഷനുണ്ട് കേരളത്തിൽ. അതായത് കേരളത്തിലെ CPM-നും കോൺഗ്രസിനോട് നിൽക്കുന്ന മുസ്ലിം ലീഗ് പാർട്ടികൾക്കും കൂടെ ഒന്നിക്കേണ്ട സാഹചര്യം അഖിലേന്ത്യാ പൊളിറ്റിക്സ് കൊടുക്കുന്നുണ്ട്. UDF-ന്റെ ഒരു ഡിസിൻറ്റഗ്രേഷൻ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ. UDF പരാജയപ്പെടുകയാണെങ്കിൽ UDF ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ഇനി മൂന്നാമത്തെ സിനാറിയോ, BJPക്ക് 2016 ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു 2 അതിൽ കൂടുതലോ സീറ്റുകൾ നേടി BJP ഒരു ശക്തിയാണ് എന്ന്, അതായത് നിയമസഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കാനുള്ള ഒരു ശക്തിയാണ് എന്ന് പ്രൂവ് ചെയ്താൽ BJPക്ക് തീർച്ചയായും കാര്യമായി നിലനിൽപ്പുണ്ട്. അങ്ങനെ അല്ല എങ്കിൽ UDF അധികാരത്തിൽ വരികയും LDF തൊട്ടുപുറകെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സിനാറിയോയിൽ BJPക്ക് കേരളത്തിൽ ഇനി അങ്ങോട്ട് എക്സിസ്റ്റൻസ് ഉണ്ടാകുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെ ഭാവി നിർണ്ണയിക്കുന്നത് BJPയുടെ സീറ്റിലെ വിജയത്തെക്കാൾ ഉപരി അതിൻ്റെ വ്യാപനത്തിലാണ്. അതായത് വോട്ട് ഷെയർ അല്ല, അത് മണ്ഡലങ്ങളിലേക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1ാം സ്ഥാനത്ത് വന്നില്ലെങ്കിലും 2ാം സ്ഥാനത്തിലേക്ക് വന്ന സീറ്റുകളുടെ നമ്പർ ഒരുപാട് വലുതായിരിക്കും. അതുകൊണ്ട് കേരളത്തിലെ BJP മുന്നോട്ടായിരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുന്നത് UDF പക്ഷത്ത് മുസ്ലിം ലീഗ് ആയിരിക്കും, മറ്റൊന്ന് BJP ആയിരിക്കും. കാരണം മുസ്ലിം ലീഗ് ഏതാണ്ട് ഏറ്റവും നല്ല വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുക. വരുന്ന UDF ഗവൺമെൻറ്റിലും ശക്തമായ UDF ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് തന്നെയായിരിക്കും. അപ്പം തീർച്ചയായിട്ടും അത് കേരള രാഷ്ട്രീയത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ചില പ്രശ്നങ്ങൾ, ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം മലപ്പുറം ജില്ലാ വിഭജനമുണ്ട്, ഉപമുഖ്യമന്ത്രി, പല വിഷയങ്ങളും അവർ നേരിടാൻ പോകുന്ന വിഷയങ്ങൾ. അവർ മുഖ്യമന്ത്രി തന്നെ വിഷയമാണ്. ഇപ്പോൾ UDF വരികയാണെങ്കിൽ, ഇനി ഇടതുപക്ഷമാണ് വരികയാണെങ്കിൽ ഈ സാധ്യതയാണ്. ഇടതുപക്ഷത്തിന് അങ്ങനെ മേൽക്കോയ്മ ലഭിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ UDF-ന് 6-7 ജില്ലകളിൽ സമ്പൂർണ്ണ ആധിപത്യമുണ്ട്. അത് പ്രധാനമായിട്ടും ന്യൂനപക്ഷ കേന്ദ്രീകൃത ജില്ലകളിലാണ്. അത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിലും അത് തന്നെ ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ UDF-ന്റെ ഒരു തരംഗത്തിലേക്ക് പോകാത്ത കാരണം ഈ മറ്റ് 8 ജില്ലകളിലും അതിൽ വിശേഷിച്ച് 7 ജില്ലകളിൽ BJP ശക്തമായ സാന്നിധ്യമായി മാറുന്നതുകൊണ്ടാണ് അത് UDF തരംഗത്തിലേക്ക് പോകാത്തത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഐഡിയോളജിക്കലി കേരളത്തിലെ ഒരു പുതിയ ധ്രുവീകരണം വരും. BJP ഒരു ഭാഗത്തും BJP എതിർക്കുന്നവരും മറ്റൊരു ഭാഗത്തും. ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലുള്ളതുപോലെ കേരളത്തിലും ഒരു റീയൂണിയൻ ഉണ്ടാവും, റീഅലൈൻമെൻറ്റ് ഉണ്ടാവും. കാരണം നല്ലൊരു BJP വിരുദ്ധരായി ഇന്ന് തന്നെ അതുണ്ട്. ഇന്ന് നമ്മൾ പലപ്പോഴും പിണറായി വിജയനും VD സതീശനും നിയമസഭയിൽ സംസാരിക്കുമ്പോൾ ഒന്നായിട്ട് നമുക്ക് തോന്നും. കാരണം കേന്ദ്രത്തിനെതിരായ എല്ലാ കാര്യത്തിലും ഒന്നിച്ചാണ് പറയുന്നത്. അതിന് ഒന്നായി നിന്ന് പറയാം, രണ്ടായി നിന്ന് ഒന്നിച്ച് പറയുന്നതിന് പകരം ഒന്നായി നിന്നിട്ട് കുറച്ചൊരു ശബ്ദത്തോടെ പറയാൻ പറ്റും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പുതിയ ഒരു ധ്രുവീകരണത്തിൻ്റെ തുടക്കം ഞാൻ പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അല്ല, വരുന്നതാണ്. കാരണം BJP എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ 3 സീറ്റാണ് 2016 ഉണ്ടായിരുന്നത്. അത് 2021 അവർ 77 കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ 2-3 സീറ്റാണെങ്കിൽ പശ്ചിമ ബംഗാൾ തന്നെ കേരളത്തിൽ ആവർത്തിക്കും. ഇൻ ഷോർട്ട്, താങ്കൾ പറഞ്ഞു വരുന്നത് BJPയുടെ ഒരു ഗ്രോത്ത് LDF-ന്റെ ഫർദർ ഗ്രോത്തിനെ തടയും. UDF-ന് 7 ജില്ലകളിൽ ഒഴികെ ഉള്ള UDF-ന്റെ ഗ്രോത്തിനെയും ചെക്ക് ചെയ്യുന്നത് BJPയുടെ ഗ്രോത്ത്. മേൽക്കോയ്മ UDF-ന് 6-7 ജില്ലകളിൽ മേൽക്കോയ്മ ഉണ്ടാകില്ല ഇനി വരുന്ന കേരള രാഷ്ട്രീയത്തിൽ, ബിക്കോസ് ഓഫ് BJP. ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഈ BJP വളരുന്ന ജില്ലകൾ. അപ്പം BJP മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷത്തിനും അതിൻ്റെ ശക്തി ക്ഷയമുണ്ടാകും. ഞങ്ങൾ തന്നെ പറഞ്ഞ പോലെ 88-ൽ 77 സീറ്റും LDF ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരിക്കുന്നത്. ആ 77 സീറ്റുകളിലാണ് BJPയും പ്രധാനമായും BJP പ്രതീക്ഷിക്കുന്ന ബഹുഭൂരിപക്ഷം സീറ്റുകളും ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന സീറ്റുകളാണ്. എക്സെപ്റ്റ് മഞ്ചേശ്വരം അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ പാലക്കാട്
3 മണ്ഡലങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി മണ്ഡലങ്ങളെല്ലാം അതിപ്പം പൂഞ്ഞാറാണെങ്കിലും തിരുവല്ലയാണെങ്കിലും കുന്നത്തുനാടാണെങ്കിലും ഞാൻ പറഞ്ഞ ഘടകകക്ഷികൾ എന്നുള്ള തരത്തിൽ വന്നത് ഉള്ള അവരുടെ കുന്നത്താട് പോലത്തെ മണ്ഡലമാണെങ്കിലും അല്ലെങ്കിൽ നേമം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ, കാട്ടാക്കട, അതുപോലെ ചാത്തന്നൂർ, ഈ മണ്ഡലങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിട്ടിരിക്കുന്നത്. BJPയുടെ വിജയിക്കുന്നത് പ്രധാനമായിട്ട് 3 മണ്ഡലങ്ങളിൽ ഒഴിച്ച് BJPയുടെ സാധ്യതയുള്ള 3-4 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് MLA-മാരെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരിക്കും. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് 99 സീറ്റിൽ അവർ നിലവിൽ കയ്യിലുണ്ട്. അതിൽ നിന്ന് 5-6 സീറ്റ് പോയാലും വീണ്ടും 25 സീറ്റ് കുറയുമ്പോഴും അവർ കുറച്ചുകൂടി ഒരു ഷെയർ ഉണ്ട്. അത് ആണ് അവരുടെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിലൊരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാവും. വളരെ നന്ദി ഡോക്ടർ ജയപ്രസാദ്. താങ്ക് യു.